ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇദാ സിൽസിലത്തിൽ അർളു സിൽസാലഹ വ അഹ്ജറത്തിൽ അർളു അസ്കാലഹ വ അഹ്റജത്തിൽ അർളു അസ്കാലഹ വ അഹ്ജറത്തിൽ അർളു വ അഹ്റജത്തിൽ അർളു അസ്കാലഹ വ അഹ്ജറത്തിൽ അർളു അസ്കാലഹ വ അഹ്റജത്തിൽ വ അഹ്ജറത്തിൽ വ അഹ്റജത്തിൽ വ അഹ്ജറത്തിൽ വ അഹ്ജറത്തിൽ വ അഹ്റജത്തിൽ പോ ശൈത്താനെ, ഈ അന്യം കൂടി തെറ്റിക്കും. ഹലോ, ഇന്നറാമർപ്പ് ഇന്ന് ഞാൻ മാറ്റി തരാടാ. നടക്കടാ അങ്ങോട്ട്. ഇന്നോടാ നടക്കാൻ പറയുന്നു. അലിക്ക് ഒട്ടും പേടിയില്ലാട്ടോ. എന്താടാ എന്തെങ്കിലും ഉറക്കത്ത് കണ്ടതായിരിക്കും. വന്ന് കിടക്ക്. സഖാവേ, ഞാൻ ആ കല്യാണക്കാര്യം പറയാൻ വന്ന ഓർക്കും ഇവിടെ ചുറ്റുപാടൊന്നും അത്രക്ക് പിടിച്ചിട്ടില്ല. പെണ്ണിന് ജോലിയുള്ളതുകൊണ്ട് ഒരുവിധം സമ്മതിച്ചിട്ടുണ്ട്. പിന്നെ പെണ്ണിന് എത്ര പണ്ടം ഉണ്ടാവുമെന്ന് ചെക്കൻ്റെ അച്ഛൻ ചോദിച്ചീന്. അതൊക്കെ മോശമല്ലാത്തതുണ്ടാവുമെന്ന് ഞാനും പറഞ്ഞു. സഖാവൊന്നും പറഞ്ഞില്ല. സഖാവ് ഒന്നും പറയണ്ട. പണ്ടും ചുറ്റോടും നോക്കി വരുന്നവരൊന്നും ഇവിടെ കൊണ്ടുവരണ്ടെന്ന് മമ്മാല് കൂടി ഞാൻ എത്ര തവണ പറഞ്ഞതാ. അയാളെ എനിക്ക് പിടിച്ചില്ലെന്ന് നിങ്ങളെന്ന് പറഞ്ഞേക്ക്. അച്ഛാ, കല്യാണം കഴിക്കാണ്ട് ജീവിക്കാൻ പറ്റുമെന്ന് ഞാനും നോക്കട്ടെ. മമ്മാലിക്ക ചെല്ല്. അച്ഛൻ ഞാൻ ഇറങ്ങാം. മോളെ, ഞാനുണ്ട്. സഖാവേ, കാണാം. ചന്ദ്രേട്ടാ, പഞ്ചായത്തിൽ പെൻഷൻ അദാലത്ത് നടക്കുന്നുണ്ട്. നമ്മളെ ബ്രാഞ്ചിൽ നിന്ന് അറിഞ്ഞ് അപേക്ഷ കൊടുക്കാനുള്ള ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ടാവും. ഞാള് പഞ്ചായത്തിൽ വരുന്നുണ്ട്. ഓ ശരി. വേണ്ട, ഇത് മതി. ഇത് 2 മുട്ടായി. വല്യമ്മ പൈസ തരും. എന്റെ വല്യമ്മയാരാ? ഇവിടുത്തെ പൈസറ്റാ. ഈലുള്ളൊന്നും വെറുതെ കിട്ടിയ സാധനമല്ല മോനെ, കടം കൊടുത്ത് തീർക്കാൻ. മോൻ പോയി വല്യമ്മൻ്റെ അടുത്ത് പൈസ തരാൻ പറ, എന്നിട്ട് തരാട്ടാ. ചെല്ലേ, ചെക്കൻ്റെ ഒരു പൂതി. ജന്മനാടായ മക്കയിലെ ജീവിതം അസഹനീയമായി തീർന്ന സന്ദർഭത്തിൽ പലായനം ചെയ്ത് മദീനയിൽ എത്തിച്ചേർന്ന നബിയെ ദേശവാസികളായ പെൺകിടാങ്ങൾ മുഴങ്ങുന്ന തുകൽവാദ്യങ്ങൾ മുട്ടിയും മനോഹരമായ സ്വാഗതഗീതികൾ ആലപിച്ചും സ്വീകരിച്ചാനയിച്ചു. നബി അതിൽ ആനന്ദിച്ചും അവരെ അനുമോദിച്ചും പെരുമാറി. വേദഗ്രന്ഥമായ ഖുർആൻ, പ്രവാചകവചനമായ ഹദീസ് എന്നിവയ്ക്ക് നേർവിപരീതമായി സ്ത്രീക്ക് വിദ്യയും തൊഴിലും സാമൂഹ്യ ജീവിതവും നിഷേധിക്കുന്നവരാണ് യഥാർത്ഥ മതമൗലികവാദികൾ. സ്ത്രീത്വത്തെ
അദൃശ്യതയിലും നിശബ്ദതയിലും കുഴിച്ചുവിടാൻ ശ്രമിക്കുന്നവർ ഓർക്കുക, ഏത് മതത്തിലായാലും മതമൗലികവാദത്തിന്റെ പ്രധാനപ്പെട്ട ഇര സ്വന്തം സമുദായത്തിലെ സ്ത്രീയാണ്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ അറിവും കാഴ്ചപ്പാടുമുള്ള സാഹിബിൻ്റെ കൊച്ചുമോൾക്ക് തന്നെ വരാള് വയ്യ തങ്ങൂലല്ലോ, അനുഭവിക്കന്നെ. അങ്ങനെ വിട്ടുകൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾ മിണ്ടാണ്ടിരിക്കുമ്പോൾ ഓനതൊരു വളാവും. ഞാനൊരു വക്കീലാർപ്പണക്കി തരാം. ആ ഒന്നും വേണ്ട. സ്നേഹമെന്ന് പറയുന്നത് പിടിച്ചു വാങ്ങാനുള്ളതല്ലോ. എന്നാലും അവൻ്റെ ചോരയെ പോറ്റേണ്ട ഉത്തരവാദിത്തല്ലേ. ഫാത്തിമയുടെ കാര്യം പോട്ടെ, മക്കളെ നോക്കണ്ടേ? വേണ്ട, എൻ്റെ കൊക്കിൽ ജീവനിലോടത്തോളം കാലം ഞാൻ പോറ്റും. അത് കഴിഞ്ഞാൽ പഠിച്ചോനെ വഴി തരും. ഒരു കേസിന് ഞാളില്ല. ഓൻ്റെ ബൈക്ക് പോട്ടെ.